കഴിഞ്ഞ ജൂൺ മാസം സ്കൂൾ തുറന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശവും എനർജിയും ഒക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പുതിയ ക്ലാസ്, പുതിയ ബുക്സ്, ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇപ്രാവശ്യം പഠിക്കും, ഞാൻ നോട്ട്സൊക്കെ കറക്റ്റായിട്ട് എഴുതിയെടുക്കും എന്നൊക്കെ വിചാരിച്ചായിരുന്നില്ലേ നമ്മൾ പലരും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ജൂലൈ ഒരു സെക്കൻഡ് വീക്കിലേക്കൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ആവേശം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് നാളെ പഠിക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടോ? സ്കൂളുകൾ, ക്ലാസ്സുകൾ നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രഷർ വരുന്നുണ്ടോ? ഇതിനൊക്കെയാണ് നമ്മളൊരു ജൂലൈ ഡിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇത് തികച്ചും സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഇരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമുകൾ, ഓണം എക്സാമോ അല്ലെങ്കിൽ ടേം എക്സാംസിനൊക്കെ നല്ലപോലെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ജൂൺ മാസത്തെ ആ ഒരു ആവേശം നമുക്ക് ജൂലൈ മാസത്തിൽ കിട്ടാത്തത്? കാരണം അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു നോവൽറ്റി അല്ലെങ്കിൽ പുതുമ എന്ന് പറയുന്നത് ജൂലൈ മാസമൊക്കെ ആകുമ്പോഴേക്കും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിന് കാരണം. സ്കൂളുകളിൽ കുറേ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ ഹോംവർക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ലോഡ് വരാൻ തുടങ്ങുന്ന ടൈമാണ്, റൈറ്റ്? അതിനോടൊപ്പം തന്നെ പല ചാപ്റ്ററുകളിലും നമ്മൾ ഭയങ്കരമായിട്ട് ടഫായിട്ടുള്ള പോർഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫോൺ നോക്കി ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് നമുക്ക് മുന്നോട്ട് പോകാം? ഈ ഒരു തുടക്കം മുളയിലേ നുള്ളിക്കളയുക എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് നമുക്ക് എങ്ങനെ ഈ ഒരു ഹാബിറ്റ് ഒഴിവാക്കി ഈസിലി നമുക്ക് എക്സാംസിനൊക്കെ നല്ല സ്കോർ വരുന്ന പോലെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സിമ്പിൾ ആയിട്ട് ഒരു 2 റൂൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ദി 5 മിനിറ്റ് റൂളാണ്. പഠിക്കാൻ ഇരിക്കുമ്പോൾ തോന്നുന്ന നമുക്ക് ഒരു ബോറടി തോന്നും അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളുടെ മൈൻഡിനോട് പറയുക, ഞാനൊരു 5 മിനിറ്റിന് പഠിക്കാൻ ഇരിക്കുകയാണ്, ഞാൻ ആകെ 5 മിനിറ്റ് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ, ആ ടൈമിൽ ഞാൻ പുസ്തകമൊക്കെ ഒന്ന് മറിച്ച് നോക്കി കുറച്ച് പഠിക്കും, വെറും 5 മിനിറ്റിന് പഠിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങി കിട്ടാനാണ് കുറച്ച് പാടുള്ളത്. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പോർഷൻസിൽ മുഴുകിപ്പോയിട്ട് ഒരു 30 to 40 മിനിറ്റ്സ് ഒക്കെ അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബ്രെയിനിനെ ഒരു 5 മിനിറ്റ് റൂൾ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് അങ്ങ് പറ്റിക്കാം. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് കുന്നുകൂടി കിടക്കുന്ന ആ ഒരു പോർഷൻസ് കണ്ട് പേടിക്കാതിരിക്കാൻ കോൺസെപ്റ്റ് ഫസ്റ്റ് ഓഡിറ്റ് എന്നുള്ള റൂൾ നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ജൂൺ മുതൽ ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുള്ള പോർഷൻസ്, ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഗ്രീൻ മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായ ഒരു മീഡിയം ലെവലിൽ മനസ്സിലായിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഒരു യെല്ലോ മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് തീരെ മനസ്സിലാകാത്ത പോർഷൻസ് നിങ്ങൾ റെഡ് മാർക്കർ വെച്ചിട്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ആ റെഡ് കളറിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ചാപ്റ്റേഴ്സ് എടുത്തിട്ട് കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാതെ ചെറിയ ചെറിയ ടാർഗറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഹൈസ്കൂളിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സക്സസ് എന്ന് പറയുന്നത് എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിച്ച് മാത്രം ഉണ്ടാക്കേണ്ടതല്ല. അതൊരു മാരത്തൺ റേസ് പോലെ നിങ്ങൾ ഓടി തീർക്കേണ്ടതാണ്. നിങ്ങൾ ആ ഒരു മാരത്തൺ റേസ് ഓടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തോന്നാം, മടുപ്പുകൾ തോന്നാം. അപ്പോൾ നിങ്ങൾ ആ റേസ് നിർത്തി വെക്കാതെ നിങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആയിക്കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ആ റേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള മടുപ്പ് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമ്മളുടെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഉടനെ തന്നെ താഴെ ഐ ആം സ്റ്റാർട്ടിങ് ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.